ഇപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇടിഞ്ചക്കയുടെ ഇടിഞ്ചക്ക കൊളുത്താൻ വേണ്ടിയിട്ട് പോകും. അതിന് ഒരു 3-4 കഷ്ണങ്ങൾ മുറിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ബെഡ് പ്ലാവ് നട്ടാ. ബെഡ് പ്ലാവ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തുമ്പത്ത് ചക്ക ഉണ്ടായിട്ട് അത് തുമ്പ് ഇങ്ങനെ വളച്ചുകൊണ്ട് പോയി ഒടിക്കാൻ പാകത്തിന് പോകും. അപ്പോൾ ഒരു മൂപ്പിന് നമ്മളൊരു ചക്ക ഇടുകയും ചെയ്തു. അതിൻ്റെ കൂടെ കിടന്ന ഒരു ചെറിയ ഇടിഞ്ചക്ക പരിവായി അത് ഇടുകയും ചെയ്തു. അത് കറിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫ് വിജിയോട് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് ചെറിയ അകൽച്ച വന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നല്ല മനുഷ്യനൊക്കെയാണ്. കാര്യം നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുള്ളി കടുത്ത നിലപാടുകളൊക്കെ എടുക്കണമെന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിയോട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കൃഷി ചെയ്ത് തമിഴ്നാടിൻ്റെ പച്ചക്കറി നമ്മൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റുന്നിടത്തോളം ബഹിഷ്കരിക്കുക. അത് നമ്മൾ 10 പേര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 പേരുടെ പ്രതിഷേധമാണത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇടിഞ്ചക്ക ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ പൂഞ്ഞി ഒക്കെ ചെത്തിക്കളയും. മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞു. പൂഞ്ഞി ചെത്തിക്കളഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലോടും കൂടി നമ്മളിത് പുഴുങ്ങാൻ വയ്ക്കും. അപ്പോൾ ഇനി പുഴുങ്ങി വെച്ച് എടുത്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഇടിഞ്ചക്ക അതിങ്ങനെ പതുക്കെ അതിങ്ങനെ ഈ കല്ലും കൊണ്ട് പതുക്കെ ആ പാത്രത്തിലിട്ട് പതുക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. അപ്പം നല്ല ഭംഗിയായിട്ട് വെന്ത് ഇരിക്കുന്ന സാധനം പുട്ട് പോലെ ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ സവാള ആദ്യം ഇട്ട് കൊടുക്കും. സവാള പതുക്കെ മൂത്ത് വയ്ക്കുക. സവാള പതുക്കെ മൂത്ത് വന്നതായി അപ്പോഴത്തേക്കും നമ്മൾ ഈ ചുവന്നുള്ളി, നമ്മുടെ വേപ്പില, വെളുത്തുള്ളി 3 ഐറ്റംസ് അങ്ങോട്ട് കൊടുക്കും. അതോടെ നന്നായിട്ട് മൂത്ത് മോശം രസമൊക്കെ ചെറുതാനായി വേണം. പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സവാളയും ഇതൊക്കെ അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങയോടെ മൂത്ത് വരണം. ഇതിൻ്റെ അധികം കുറച്ച് ചുവന്ന മുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇടിഞ്ചക്ക കറിയിലേക്കൊക്കെ വേറെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കരുത്. ഇടിഞ്ചക്ക നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അതിപ്പോൾ കുറച്ചായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അധികം നമ്മൾ അത്യാവശ്യം മൂത്ത് സംഗതിയൊക്കെ ഒന്ന് കരിഞ്ഞ് പോരുന്നത്. അതിൻ്റെ അധികം നമ്മൾ കുരുമുളക് പൊടി, നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ കുരുമുളക് പൊടി അത് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അധികം നമ്മൾ നമ്മുടെ ഇടിഞ്ചക്ക ഈ മൊത്തം ഇളക്കി കഴിഞ്ഞിട്ട് കുറഞ്ഞ തീയിലിട്ട് ഒന്ന് മൂടി വെച്ചേക്കുക. ഒരു മിനിറ്റ്. അപ്പം നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പതുക്കെ ചൂടാക്കി അതിൻ്റെ അകത്തുള്ള വെള്ളം അങ്ങോട്ട് പറ്റിക്കുക. വെള്ളം പറ്റിച്ച് കഴിയുമ്പോൾ നല്ല കറി നല്ല ഡ്രൈ ആയിട്ട് വരും. അതെടുത്ത് നമ്മൾ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടും നമുക്ക് വലുതാണ്. അത് കാരണം എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ കറി റെഡി. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് ചുമ്മാ കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാം, വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാം.
എല്ലാ രീതിയിലും കഴിക്കാം. ചക്ക ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക.